ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പുതുപ്പള്ളിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽദാനവും വിവിധ ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും രാഹുൽ ഗാന്ധി നിർവഹിക്കും. ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പള്ളിയിലും കല്ലറയിലും പ്രത്യേക ധൂപ പ്രാർത്ഥന തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും രാവിലെ മുതൽ കല്ലറയിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ എത്തുന്നുണ്ട്. ജോസി ബാബു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ജോസി, ഇപ്പോൾ പ്രാർത്ഥന നടക്കുകയാണല്ലേ? കുടുംബാംഗങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി എപ്പോഴായിരിക്കും എത്തുക? മറ്റു പരിപാടികൾ എന്തൊക്കെയാണ് ഇന്ന്? മുമ്പ് അവസാനിച്ചു. പള്ളിയിലും അതോടൊപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ ഇപ്പോൾ സമാന്തരമായി താഴെ പൊതുസമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. ഈ ചാണ്ടി ഉമ്മൻ MLA അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പ്രാർത്ഥന നടത്തിയതിനു ശേഷമായിരിക്കും പൊതുസമ്മേളനം നടക്കുന്ന രീതിയിലേക്ക് സമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. കുമരകത്ത് റിസോർട്ടിൽ താമസിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനകം ഇവിടെ എത്തി ഇവിടെ ഈ പുഷ്പാർച്ചന ചടങ്ങുകളിൽ പങ്കെടുത്ത് അതിനുശേഷം കുടുംബാംഗങ്ങളെ കണ്ട ശേഷമായിരിക്കും അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് ഇന്ന് മടങ്ങും എന്നാണ് അറിയുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകളുടെ ഒഴുക്കാണ് പുതുപ്പള്ളിയിൽ ഇന്നും അനുഭവപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അവസാനമായി നോക്കി കാണാൻ ആളുകൾ തടിച്ചു കൂടിയതുപോലെ ഇന്നും അതുപോലെ തന്നെ ആളുകളുടെ വലിയൊരു ഒഴുക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. സാധാരണക്കാരും പാർട്ടി നേതാക്കളും ഇതിന് മത സാമുദായിക പ്രതിനിധികളും സംഘടനാ പ്രതിനിധികളും ഒക്കെയും ഉമ്മൻചാണ്ടിയുടെ കല്ലറിലെത്തി അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് രാഹുൽ ഗാന്ധി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാനമായും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ ദാനം രാഹുൽ ഗാന്ധി നിർവഹിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം നേരത്തെ ശ്രവണ ശേഷിയും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കായി നടത്തിയിരുന്ന സ്മൃതി തരംഗം പദ്ധതിയുടെ പുതിയ രൂപം സ്മൃതി തരംഗം എന്ന പേരിൽ 3 വിദ്യാർത്ഥികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിക്കും അദ്ദേഹം തുടക്കം കൊടുക്കും. അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഭാഗമായി നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനും രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. എന്തായാലും KPCCയുടെ അതോടൊപ്പം AICCയുടെ മുതിർന്ന നേതാക്കളൊക്കെയും തന്നെ ഇപ്പോൾ വേദിയിലെത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ജനക്കൂട്ടവും അദ്ദേഹത്തെ കേൾക്കാൻ, രാഹുൽ ഗാന്ധി കേൾക്കാൻ പുതുപ്പള്ളിയിലെ പൊതുസമ്മേളന വേദിയിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകളുടെ ഒഴുക്കാണ് പുതുപ്പള്ളിയിലെ കല്ലറയിലും പള്ളിയിലും പൊതുസമ്മേളനം നടക്കുന്ന രീതിയിലും അനുഭവപ്പെടുന്നത്. ജീന. ശരി ജോസി, ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം രാഹുൽ ഗാന്ധി അവിടെ എത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽദാനവും ഇന്ന് നടക്കുന്നുണ്ട്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയുമുണ്ട്. വിശദാംശങ്ങളാണ് ജോസി ബാബു നൽകിയത്.